നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ മുതൽ പൂർത്തീകരണം വരെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായി ഒട്ടേറെ കാര്യങ്ങളുണ്ട്. എലിവേഷൻ എങ്ങനെ ചെയ്യണം, എത്ര സ്ക്വയർ ഫീറ്റ് വേണം, ഇൻറ്റീരിയർ എങ്ങനെ ചെയ്യണം, അങ്ങനെ ധാരാളം കാര്യങ്ങൾ. ഒരു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന മൈ ഹോമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്കമാലിയിലുള്ള മിസ്റ്റർ റോയി വർഗീസിൻ്റെയും മേരി റോയുടെയും വീടിന് മുന്നിലാണ്. ഒരു ലെങ്തി എലിവേഷനാണ് ഈ വീടിനായി കൊടുത്തിരിക്കുന്നത്. പല പല ലെയറുകളായിട്ടാണ് ഇതിൻ്റെ റൂഫിംഗ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ രണ്ടു വശങ്ങളിലും റോഡായതുകൊണ്ട് തന്നെ ഇരുവശങ്ങളിലും എലിവേഷൻ ഡിസൈനിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ഒരു കോമ്പൗണ്ട് വാൾ നിർമ്മിക്കുമ്പോൾ ഭിത്തിയൊക്കെ വെച്ച് അടച്ചു കെട്ടുകയാണ് പതിവ്. എന്നാൽ ഇവിടെ ട്രാൻസ്പെറൻസിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിർമ്മിച്ച ഈ ഒരു ഡിസൈൻ ഈ വീടിൻ്റെ എലിവേഷൻ ആയാലും ലാൻഡ്സ്കേപ്പിംഗ് ആയാലും പുറത്തേക്കുള്ള ഒരു വ്യൂ കൊടുക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ വെൽ പ്ലാൻഡും അറേഞ്ച്ഡുമായിട്ടാണ് ഈ വീടിൻ്റെ ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നത്. ഈ മുറ്റത്തിൻ്റെ രണ്ടു സൈഡുകളിലായിട്ടാണ് പാംസ് ആയാലും മറ്റു ചെടികളായാലും ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗാർഡൻ്റെ ഭംഗി ഒട്ടും പോകാതെ തന്നെ ഈ മുറ്റത്തിന് ഒരുപാട് ഫ്രീ സ്പേസും കിട്ടുന്നുണ്ട്. മെയിൻ ഡോർ കടന്നു വരുന്നത് ഈ വീടിൻ്റെ ലിവിങ് സ്പേസിലേക്കാണ്. ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ മുഴുവൻ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഈ വീടിൻ്റെ സീലിംഗ് നോക്കിയാലും മനസ്സിലാക്കാവുന്നതാണ്. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ സെറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ കടകളിലൊക്കെ പോയി സോഫയും സെറ്റൊക്കെ മേടിക്കുമ്പോൾ അത് നമ്മുടെ സ്പേസിന് ആപ്റ്റ് ആവുന്ന രീതിയിലും അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റീരിയറിൻ്റെ കളർ പാറ്റേണിന് മാച്ച് ആവുന്ന രീതിയിലും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള കസ്റ്റമൈസ്ഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻറ്റീരിയറിന് അത് വളരെ ഭംഗിയുള്ളതും വളരെ സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. സ്പേസിനും കോർട്ട്യാർഡിനും ഇടയിലുള്ള ഈ പാർട്ടീഷൻ ഏരിയയിൽ നമുക്കൊരു സിറ്റിംഗ് ഏരിയ കാണാവുന്നതാണ്. ഇതൊരു മൾട്ടി പർപ്പസ് ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കോർട്ട്യാർഡിലായാലും അല്ലെങ്കിൽ ലിവിങ് സ്പേസിലായിട്ടാണെങ്കിലും ഇരിക്കാവുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ടി വരുമ്പോൾ ഒരുപാട് പേര് ഇരിക്കേണ്ട സമയത്ത് നമുക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഈ ലിവിങ് സ്പേസിൻ്റെ ഫ്ലോറിംഗ് ഒരു സെൽഫ് ഡിസൈനിലുള്ള വെട്രിഫൈഡ് ടൈൽസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ പ്രധാന വാതിൽ കടന്നു വരുമ്പോൾ നമ്മളെ സ്വാഗതം ചെയ്യുന്ന ഈ ബാംബൂസിൻ്റെ നിര തന്നെയാണ്. സാധാരണ നമ്മൾ വീടുകളിൽ ഒരു നാച്ചുറൽ ആംബിയൻസ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഗ്രീൻ കളറിലുള്ള പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഗ്രീൻ ഷെയ്ഡ് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഒറിജിനൽ ആയിട്ടുള്ള ബാംബൂസാണ് ഇവർ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ശരിക്കും നമ്മൾ ഈ ലിവിങ് സ്പേസിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള മൂഡ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്.
ഇവിടെ ഇരിക്കുന്നത് ഈ വീടിൻ്റെ കോർട്ട്യാർഡിലാണ്. ഫ്ലോർ ലെവലിൽ നിന്നും അല്പം താഴ്ന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കോർട്ട്യാർഡിൻ്റെ കൺസെപ്റ്റിന് അനുയോജ്യമായ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തെടുത്ത വുഡൻ ഫിനിഷിലുള്ള ഒരു ബെഞ്ചും നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ കോർട്ട്യാർഡിനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റോൺ ക്ലാഡിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റിലാണ് ഇതിൻ്റെ സീലിംഗ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ഭിത്തിയിലും അപ്പർ ലെവലിലുമായിട്ട് ക്രോസ് വെന്റിലേഷനും കൊടുത്തിട്ടുണ്ട്. കോർട്ട്യാർഡിനോട് ചേർന്ന് തന്നെ ഒരു പ്രയർ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ബുക്സോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ വയ്ക്കുന്നതിന് വേണ്ടി ഒരു സ്റ്റോറേജ് യൂണിറ്റും ഇതിനോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. വിസിറ്റിംഗ് ഏരിയയിൽ നിന്ന് ഫാമിലി സ്പേസിലേക്കുള്ള വാക്ക് വേയും ഈ കോർട്ട്യാർഡിൻ്റെ ഫ്ലോറിങ്ങും വുഡൻ പാനലിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. ഈ കോർട്ട്യാർഡും വാക്ക് വേയും തമ്മിൽ ഒരു സെപ്പറേഷൻ ഫീൽ ചെയ്യുന്നതിന് വേണ്ടി ഒരു നാച്ചുറൽ സ്റ്റോണിൻ്റെ ലേയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോർട്ട്യാർഡിനോട് ചേർന്ന് തന്നെയാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇൻറ്റീരിയറിൽ കണ്ടുവന്ന അതേ കളർ പാറ്റേൺ ആയ വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷൻ തന്നെയാണ് ഈ ടേബിളിനും ചെയർസിനും പോലും കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോറേജ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു ടേബിളായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഏരിയയിലുള്ള ഒരു വോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ട് തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഇമേജസും പിക്ചേഴ്സൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം ഈ വാൾ പേപ്പേഴ്സിനെ ഒരു ഫ്രെയിമിനുള്ളിൽ ഒതുക്കി പല ഷേപ്സിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ സീലിങ്ങിൽ കൊടുത്തിരിക്കുന്ന ഈ വുഡൻ പാനലിങ്ങും അതോടൊപ്പമുള്ള ആ ലൈറ്റിങ്ങും തന്നെയാണ്. ഫോർമൽ ലിവിംഗ് സ്പേസും ഡൈനിങ് ഏരിയയും കോർട്ട്യാർഡും കഴിഞ്ഞു വരുന്ന ഏരിയയാണ് ഫാമിലി ലിവിംഗ് സ്പേസ്. പല വീടുകളിലും ഉൾഭാഗങ്ങളിലേക്ക് കടക്കും തോറും നമ്മുടെ വ്യൂ ബ്ലോക്കായി പോകാറുണ്ട്. പക്ഷേ ഒരു ഓപ്പൺ സ്പേസ് കൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിർമ്മിച്ച വീടായതിനാൽ ഈ ഫാമിലി ലിവിംഗ് റൂമിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഈ വീടിൻ്റെ ഒരു ഫുൾ വ്യൂ തന്നെയാണ് കിട്ടുന്നത്. ഇവിടെയും ഒരു എൽ ഷേപ്പിലുള്ള കസ്റ്റമൈസ്ഡ് സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫാമിലി ലിവിംഗ് സ്പേസിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ സർക്കിൾ ഷേപ്പിൽ കൊടുത്തിട്ടുള്ള ഈ മിറർ വർക്ക് തന്നെയാണ്. സാധാരണ നമ്മുടെ വീടുകളിൽ ഒരു കൺഫ്യൂഷൻ വരുന്ന ഏരിയ ആണ് ഈ സ്റ്റെയർ കേസിൻ്റെ അടിഭാഗം എന്ന് പറയുന്നത്. നമ്മൾ അതിനെ ഒരു ഡംപിങ് സ്പേസ് ആയിട്ട് മാറ്റുകയോ അല്ലെങ്കിൽ അടച്ചു കെട്ടുകയാണ് പൊതുവേ ചെയ്യാറുള്ളത്. എന്നാൽ ഇവിടെ 2 ചെയറും ഒരു വുഡൻ പാനലിങ്ങിലുള്ള ഒരു ബെഞ്ചൊക്കെ കൊടുത്ത് ഒരു ഇൻഫോർമൽ സിറ്റിംഗ് ഏരിയ ആയിട്ടാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ പല വീടുകളിലും കാണാറുണ്ട് ഈ ഡൈനിങ് ടേബിളിനോട് ചേർന്ന് തന്നെ വാഷ് ഏരിയ കൊടുക്കുന്നത്. ഈ വാഷ് ഏരിയ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. ഇങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടുത്തെ വാഷ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വാഷ് ഏരിയ യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ കൈയൊക്കെ കഴുകുമ്പോൾ വെള്ളം ഫ്ലോറിൽ വീഴാനും അവിടെ സ്ലിപ്പറി ആവാനൊക്കെ ചാൻസ് കൂടുതലാണ്. ഇവിടെ പെബിൾസും പിന്നെ സ്റ്റോണിൻ്റെ ടൈൽസും യൂസ് ചെയ്തിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഈ കിച്ചൺ ഡൈനിങ്ങിനോട് ചേർന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇതൊരു സെമി കിച്ചൺ ആണ്. എന്തെങ്കിലും ചൂടാക്കാനും മറ്റും യൂസ് ചെയ്യാവുന്ന തരത്തിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഞാൻ ഈ ഇരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ. സാധാരണ ഇപ്പോൾ ഒരു വീട്ടിൽ 1-2 പേരൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡും പ്ലേറ്റ്സും ഒക്കെ കൊണ്ട് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ച് തിരിച്ച് കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് അതൊരു എഫേർട്ടുള്ള കാര്യം തന്നെയാണ്. ആ ഒരു എഫേർട്ട് കുറയ്ക്കുന്നതിന് ഈ ടേബിൾ വളരെയധികം ഉപകാരപ്പെടും. ഈ വീടിൻ്റെ ഡിസൈനിങ് ആസ്പെക്റ്റിനെ കുറിച്ചും ആ പ്ലാനിങ് പ്രോസസ്സ് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു തരുന്നതിന് വേണ്ടി ആർക്കിടെക്ട്സായ കോളിൻ ജോസ് തോമസും ജോസു ബി സെബാസ്റ്റ്യനും നമ്മോടൊപ്പമുണ്ട്. ഹായ് കോളിൻ, ഹായ് ജോസു. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും ഒന്നിനൊന്നും മെച്ചമായിട്ട് തന്നെയാണ് നിങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഡിസൈൻ കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് എത്തിയതെന്നും ആ ഒരു സ്റ്റാർട്ടിങ് പ്രോസസ്സ് മുതൽ ഒന്ന് ഞങ്ങൾക്ക് വിവരിച്ച് തരാമോ? ക്ലയൻറ്റ് റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് മേജർ പ്രൈവസി കൺസേൺ ആയിരുന്നു ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് എലമെൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. ആൻഡ് ഓൾസോ ഈ പ്ലോട്ട് റോഡ് ലെവലിനേക്കാളും ഒരു 1.5 മീറ്റേഴ്സ് ബിലോ ആയിരുന്നു. സോ ആ ഒരു കൺസ്ട്രെയിനെ വെച്ചിട്ടായിരുന്നു നമ്മൾ ഡിസൈൻ ചെയ്തത്. അതിൻ്റെ ഡെവലപ്മെൻറ്റിലായിരുന്നു നമ്മളൊരു ഈ ഒരു ഡിഫറെൻറ്റ് ലെവൽ ഓഫ് റൂഫ്സ് എന്നുള്ള സ്ലോപ്പ് റൂഫ് എന്നുള്ള കോൺസെപ്റ്റിലോട്ട് എത്തിയത്. ആൻഡ് ഓൾസോ എൻ്റെ ബോത്ത് സൈഡ്സ് റോഡായിരുന്നു കാരണം എൻ്റെ വ്യൂ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എല്ലാ സൈഡിൽ നിന്നും വീടിന് വ്യൂ കിട്ടും. അറ്റ് ദ സെയിം ടൈം ക്ലയൻറ്റിൻ്റെ മേജർ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നല്ല പ്രൈവസി വീടിൻ്റെ അകത്ത് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വീടിൻ്റെ അകത്തളത്തേക്ക് കടക്കുമ്പോൾ ഒരു ഓപ്പൺ സ്പേസ് കോൺസെപ്റ്റ് കൊണ്ടുവന്ന് തന്നെയാണ് നിങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രൊജക്ട്സിലും മാക്സിമം ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ പിന്നെ മാക്സിമം യൂസേജ് ഓഫ് നാച്ചുറൽ എലമെൻറ്റ്സ് വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. ക്ലയൻറ്റായിട്ട് സംസാരിച്ചപ്പം ആൾ ഓക്കെ ആയിരുന്നു, ആൾ ഹാപ്പി ആയിരുന്നു അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ. സോ അത് വെച്ചിട്ടാണ് ഞങ്ങൾ മൊത്തം ഡെവലപ്പ് ചെയ്തത്. സോ ഡേ ടൈമിൽ ഒട്ടും ആർട്ടിഫിഷ്യൽ ലൈറ്റ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇപ്പം ലിവിങ് സ്പേസ് ആണെങ്കിലും മൊത്തം ഗ്രീൻ സ്പേസ് നമുക്ക് ഉള്ളിലോട്ട് വരുന്ന സ്പേസ് ഇൻസൈഡ് സ്പേസ് എന്നുള്ള കോൺസെപ്റ്റാണ് ഇവിടെ. അതേപോലെ വീടിൻ്റെ ഏത് സ്പേസസ് നോക്കിയാലും ഒരു അടഞ്ഞ ഫീലിംഗ് ഉണ്ടാവുന്നില്ല. സോ പക്ഷേ പ്രൈവസി അറ്റൈൻ ചെയ്യാൻ പറ്റുന്നുമുണ്ട്. എനിക്കിവിടെ വന്നപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ഈ കയറി വരുമ്പോൾ ഇവിടെ കാണാൻ കഴിയുന്ന ഈ ബാംബു ട്രീസിൻ്റെ ഈ ഒരു ഗ്രീനറി തന്നെയാണ്. കോളിൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഡിസൈൻ ചെയ്ത ടൈമിൽ മാക്സിമം ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് വരണം. വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് വരണം, ഒരു കാം അറ്റ്മോസ്ഫിയർ വീടിൻ്റെ അകത്തേക്ക് വരണം എന്നുള്ള കോൺസെപ്റ്റാണ്. സോ ക്ലയൻറ്റ് റിക്വയർമെൻറ്റ് അനുസരിച്ച് പ്രൈവസി ആൻഡ് സേഫ്റ്റി ഈ രണ്ട് കൺസേൺസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു കോർട്ട്യാർഡ് അല്ലെങ്കിൽ ഒരു ഓപ്പൺ കോർട്ട് വീടിൻ്റെ അകത്തേക്ക് വരാവുന്ന രീതിയിലും മെയിൻ ഡോർ തുറന്ന് വരുമ്പോൾ തന്നെ അതിനകത്തേക്ക് ഒരു വിഷൻ കൊണ്ടുവരണം എന്നുള്ള ഫോമിലായിരുന്നു അതിൻ്റെ പ്ലാനിങ് ലെവലിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിരുന്നത്. ശരിക്കും ഈ വീട് ഒരു ലാൻഡ്സ്കേപ്പ് ഓറിയൻറ്റഡ് റെസിഡൻസ് ആണ്. നമ്മൾ ലാൻഡ്സ്കേപ്പിന് നല്ല ഇമ്പോർട്ടൻസ് പുറത്താണെങ്കിലും വീടിൻ്റെ അകത്താണെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ട്. അത് പ്ലോട്ട് ഡെവലപ്പ് ചെയ്തത് ആ ഒരു ഫോമിലായിരുന്നു. ഇപ്പോൾ ഈ വീടിൻ്റെ ഒരു കളർ പാറ്റേൺ എടുത്ത് നോക്കിയാലും ഒരേ ഒരു കളർ പാറ്റേണിൽ അതൊരു ഡിഫറെൻറ്റ് വേരിയേഷൻസിൽ കൊടുത്തിരിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു കളർ പാറ്റേൺ കൊടുക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിച്ചത്? ഞങ്ങൾ അധികം കളേഴ്സ് യൂസ് ചെയ്ത മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് കളേഴ്സ് ആകുമ്പോൾ ഒന്നിലൊന്നും കോൺസെൻട്രേഷൻ വരുന്നില്ല. സോ ഇപ്പം വാൾസിൻ്റെ കളറായ വൈറ്റും പിന്നെ വുഡൻ ടോൺസിൻ്റെ ടിൻസും ഷെയ്ഡ്സും യൂസ് ചെയ്തിട്ടാണ് മൊത്തം സ്പേസ് ഡെവലപ്പ് ചെയ്യുക. അതേപോലെ ഫ്ലോറിങ്ങിലുമുള്ള ഡിഫറൻസ് ആണ് മേജറായിട്ട് കളർ കോൺട്രാസ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പം പ്രെയർ ആർട്ട് സ്പേസസിലോട്ടൊക്കെ നമ്മൾ ലെവൽ ഡിഫറൻസസ് ആണ് എടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ചില വുഡൻ ഫ്ലോർ അഡീഷൻസും ടൈലിലായാലും ചില പാറ്റേൺ വേരിയേഷൻസും. പിന്നെ ലൈക്ക് നമ്മുടെ ഈ വീടിൻ്റെ മൊത്തം പ്ലാനിങ് സ്റ്റേജ് എടുത്ത് നോക്കുവാണെങ്കിൽ ഞങ്ങൾ 3 സോൺസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഒന്ന് പബ്ലിക് സോൺ, സെമി പ്രൈവറ്റ് സോൺ, പ്രൈവറ്റ് സോൺ. പബ്ലിക്കിൽ വരുന്ന മേജർ സ്പേസസ് ആണ് ലിവിങ്, ഡൈനിങ്. സെമി പ്രൈവറ്റിലോട്ട് വരുമ്പോൾ ഡൈനിങ്ങിൻ്റെ പാർട്ട് ഓഫ് ദ കിച്ചൺ സ്പേസും പ്രെയറും ഫാമിലി ലിവിങ്ങും. പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബെഡ്റൂംസും. സോ ഇതെല്ലാം ഒരു ഫ്ലോ കിട്ടുന്ന പോലെയുള്ള രീതിയിലാണ് നമ്മുടെ പാറ്റേൺ പോയേക്കുന്നത്. അതേപോലെ നമ്മൾ ഒരു സ്പേസിൽ നോക്കിയാൽ ഒരിക്കലും ബെഡ്റൂംസിൻ്റെ അകം കാണരുതെന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു ക്ലയൻറ്റിനും. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒത്തിരി നിർബന്ധമായിരുന്നു. കാരണം പല കേസസിൽ ഇപ്പം ഗസ്റ്റ് വരുമ്പോഴൊക്കെ നമ്മൾ വാതിലടച്ചിരുന്ന കേസസ് ഉണ്ടാവുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു കേസസ് വരാണ്ടിരിക്കാനാണ് ഞങ്ങൾ അങ്ങനത്തെ ഒരു പ്ലാനിങ് ലെവലിലോട്ട് ചിന്തിച്ചതും. അതേപോലെ ഞങ്ങൾ സ്പേസിൻ്റെ മാക്സിമം യൂട്ടിലിറ്റിയാണ് ആഗ്രഹിച്ചത്. ലൈക്ക് ഡൈൻ ചെയ്യുമ്പോൾ മോർ ദാൻ ആ ഗസ്റ്റ് വന്നാൽ അവർക്ക് ഇൻബിൽ സീറ്റിംഗ് യൂസ് ചെയ്യാം, ആ പ്രെയർ സ്പേസിലിരിക്കാം, കുട്ടികൾക്കായാലും അവിടെ ഇരിക്കാം. സോ ഒരു കൺജസ്റ്റഡ് ഫീൽ, ഒരു ബിഗർ ക്രൗഡ് ഉള്ള ഗ്യാതറിങ് വന്നാലും ഒരു വീടിന് ഒരു റൂം ബൈ റൂം സെപ്പറേഷൻ തോന്നിക്കുകയും ചെയ്യുന്നു. എന്നാൽ ബെഡ്റൂമായിട്ട് യാതൊരു റിലേഷനുമില്ല. അതായിരുന്നു ഞങ്ങളുടെ വേറൊരു ആഗ്രഹം. ഇപ്പോൾ ഇങ്ങനൊരു വീട് നിർമ്മിക്കണം എന്നൊരു ആവശ്യമായി ഈ ക്ലയൻസ് വരുമ്പോൾ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് അവർ മെയിനായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നത്?
നോർമലി ക്ലയൻസ് വരുമ്പോൾ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് അവരുടെ റിക്വയർമെൻറ്റ്സിൽ നമ്പർ ഓഫ് ബെഡ്റൂംസ്, അതേപോലെ കിച്ചൺ, എങ്ങനത്തെ രീതിയിലുള്ള കിച്ചൺ ജസ്റ്റ് സ്പെസിഫൈ ചെയ്യും. നമ്മൾ ആ ബെഡ്റൂംസിൽ അപ്പുറം ഞങ്ങൾ ആ സ്പേസ് എങ്ങനെ അവർ ആ ബെഡ്റൂമിൽ കയറുമ്പോൾ ഒരു വിൻഡോ തുറന്നു കഴിഞ്ഞാൽ എങ്ങനെ നെക്സ്റ്റ് അവർ കാണുന്നു എന്നാണ് ഞങ്ങൾ നോക്കുന്നത്. സോ അതിൻ്റെ നെയ്ബറിങ് കൂടി നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടി വരും ഓരോ ഈച്ച് ആൻഡ് എവറി സ്പേസ് ചെയ്യുമ്പോൾ. സോ അവരെ ആ റിക്വയർമെൻറ്റ്സിൽ പറയുന്നത് നമ്പർ ഓഫ് റൂംസും ആ സ്ക്വയർ ഫീറ്റ് മാത്രമേ പറയൂ. അത് എങ്ങനെ ഡിറൈവ് ചെയ്യും ഞങ്ങൾ ക്ലയൻറ്റിനെ കുറച്ച് സ്റ്റഡി അനലൈസ് ചെയ്ത് ആ യൂസർ എങ്ങനെ ആയിരിക്കും ആഗ്രഹിക്കുന്നതെന്നും ജസ്റ്റ് അവരായിട്ടൊന്ന് കുറച്ചുകൂടി ഒരു ഇൻറ്ററാക്റ്റീവ് ടോക്കിങ്ങിലൂടെ ആയിരിക്കും ഞങ്ങൾ ഈ ഒരു പ്ലാനിങ് സ്റ്റേജിലോട്ട് എത്തിച്ചേരുന്നത്. ആൻഡ് അവരുടെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുമല്ലോ, ലൈക്ക് അത് ഏത് ഫോം ആയിരിക്കും, ലൈക്ക് ഏത് ടൈപ്പ് ഓഫ് ആർക്കിടെക്ചറാണ് അവർക്ക് ഇഷ്ടം, അങ്ങനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് യൂസ് ടു ടോക്ക് വിത്ത് ദ ക്ലയൻറ്റ്. ഞങ്ങൾ കുറച്ച് നേരം അവരായിട്ട് സംസാരിക്കും. അത് കഴിഞ്ഞ് സൈറ്റ് കാണും, സൈറ്റിൻ്റെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ് അതെല്ലാം നമ്മൾ എടുത്തിട്ടായിരിക്കും ഞങ്ങൾ ഡിസൈൻ ചെയ്യുക. സോ ചില കൺഫ്യൂഷൻസിൽ നമുക്ക് ക്ലയൻറ്റിൻ്റെ അടുത്ത് അവർ പറഞ്ഞ റിക്വയർമെൻറ്റ്സിന് കുറേ മെറിറ്റ്സ് ഉണ്ടാവും, കുറച്ച് ഡിമെറിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ദാറ്റ് വി യൂസ് ടു ഡിസ്കസ് വിത്ത് ദ ക്ലയൻറ്റ്. അത് കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങളൊരു ഫൈനൽ ഫോമിലോട്ട് ഡിസൈനർ ഡെവലപ്പ് ചെയ്യുക. ശരിക്കും ഒരു വീട് നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ക്ലയൻസും നിങ്ങൾ ആർക്കിടെക്ട്സും ഒക്കെ തമ്മിലുള്ള ഒരു ടീം വർക്ക് തന്നെയാണ് ശരിക്കും വർക്കൗട്ട് ചെയ്യേണ്ടത്. ആ ഒരു വീട് അവർ ഉദ്ദേശിക്കുന്ന രീതിയിലായി വരണമെന്നുണ്ടെങ്കിൽ ടീം വർക്ക് എന്ന് പറഞ്ഞെങ്കിലും ഒരു ഡിസ്കഷൻ കൈൻഡ് ഓഫ് ഡിസ്കഷൻ ആയിരിക്കും. കാരണം അവരുടെ റിക്വയർമെൻറ്റ്സും നമ്മുടെ റിക്വയർമെൻറ്റ്സും എല്ലാം കൂടി ചേർന്ന് അവർ ഹാപ്പിനെസ് ഉണ്ടാവണം. ലാസ്റ്റ് നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് അവർ നിർബന്ധിച്ച് ചെയ്യിക്കുന്ന പോലെ ആവരുത്. അവരുടെ റിക്വയർമെൻറ്റ്സ് മാക്സിമം അനലൈസ് ചെയ്തിട്ട് അൾട്ടിമേറ്റ് പ്രൊഡക്റ്റ് ഷുഡ് ബി എ ഹാപ്പി പ്രൊഡക്റ്റ് എന്നുള്ളത്. ഒരു പുതിയൊരു വീട് നിർമ്മിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി നിങ്ങൾക്ക് കൊടുക്കാവുന്ന എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ ഒന്ന്. ഫസ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്ന ഒരു സൈറ്റ് ഉണ്ടല്ലോ, ആ സൈറ്റിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. ലൈക്ക് ആസ് ഓഫ് ഞങ്ങൾ ആർക്കിടെക്ചറിൻ്റെ പാർട്ടി എന്ന് പറയുകയാണെങ്കിൽ എപ്പോഴും സൈറ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ ആയിരിക്കും ഏറ്റവും ഫങ്ഷണൽ വേയിലോട്ട് എത്താം. എല്ലാ സൈറ്റിനും അതിൻ്റേതായ മെറിറ്റ്സും ഉണ്ട്, ഡിമെറിറ്റ്സും ഉണ്ട്. സോ അതിൻ്റെ മെറിറ്റ്സിനെയും ഡിമെറിറ്റ്സിനെയും ഇൻകോർപ്പറേറ്റ് ചെയ്ത് പ്രോപ്പർ ഫങ്ഷണൽ രീതിയിലോട്ട് ഡിസൈൻ ചെയ്യുമ്പോഴായിരിക്കും അതൊരു ബെറ്റർ ഡിസൈനായിട്ട് വരാം. അതൊരു ഡിഫറെൻറ്റ് ഫോം അല്ലെങ്കിൽ എവിടെയെങ്കിലും കണ്ടാക്കുന്ന ഒരു വീട് ആ ഒരു ഫോം തന്നെ വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള പ്രാക്ടിക്കൽ. കാരണം ഓരോ സൈഡിനും ഓരോ ഷേപ്പ് ആയിരിക്കും, ഓരോ നെയ്ബറിങ് സറൗണ്ടിങ്സ് ആയിരിക്കും. ചില റെസിഡൻസിനൊക്കെ ഒരു ടോൾ റൈസ് ആയിരിക്കും അടുത്തുണ്ടാവുക. ആ കേസസ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മളിപ്പം അവിടെ ഒരു ഓപ്പണിംഗ് കൊടുത്തൊരു കാര്യമില്ല. സോ ഓപ്പൺ സ്പേസ് എവിടെയോ അങ്ങനെ ഒരു നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന പോലെ വേണം ഓപ്പണിംഗ് കൊടുക്കാൻ. അതുപോലെ വെജിറ്റേഷൻ, ഓരോ സൈറ്റിനും ചിലപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് ട്രീ ഉണ്ടാവും. അതിനൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാനും ആ ഒരു ഷെയ്ഡ് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് വേണം പ്ലാനിങ് പോകാൻ. ഇത്രയും ഇൻഫർമേഷൻസ് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. ഒരു വീട്ടിൽ താമസിക്കുന്ന അംഗങ്ങൾക്ക് തന്നെയായിരിക്കും ആ വീടിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടാവുക. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടി ഈ വീടിൻ്റെ ഓണേഴ്സായ മിസ്റ്റർ റോയി വർഗീസും മേരി റോയും നമ്മോടൊപ്പം ഉണ്ട്. ഹായ് അങ്കിൾ, ഹായ് ആൻറ്റി. ഞങ്ങളെ ഈ വ്യൂവേഴ്സിന് വേണ്ടി സ്വയം ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാമോ? എൻ്റെ പേര് റോയി, എൻ്റെ വൈഫിൻ്റെ പേര് മേരി റോയി. പിന്നെ ഞങ്ങൾക്ക് 2 കുട്ടികളാണുള്ളത്. അവർ ടെൻസാണ്. അവർ ഒന്ന് വർഗീസ് റോയ്, പുള്ളി സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മകൻ ബിടെക് കഴിഞ്ഞിട്ട് MBAക്ക് ബാംഗ്ലൂർ പഠിക്കുകയാണ്. എനിക്ക് ബിസിനസ്സാണ്, കമ്പീസിൻ്റെ പെയിൻറ്റ്, സാനിറ്ററി, ഇലക്ട്രിക്കലൊക്കെ ആയിട്ടുള്ള ഒരു ഹാർഡ്വെയർ ഷോപ്പാണ്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഡിസൈനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാറ്റും വെളിച്ചവും ഒക്കെ കിടക്കുന്ന രീതിയിൽ ഇപ്പോൾ പകൽ സമയത്തായാൽ പോലും ലൈറ്റുകളൊന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ തന്നെ ഒരു റിക്വയർമെൻറ്റ്സ് ആയിരുന്നു ഇങ്ങനെ വേണം എന്നുള്ളത്? 18 വർഷമായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന വീട് എനിക്ക് എൻ്റെ അപ്പച്ചനായിട്ട് പണിത് തന്നതാണ്. 2800 സ്ക്വയർ ഫീറ്റുള്ള ഒരു മരം കൊണ്ടൊക്കെ നന്നായി ഇൻറ്റീരിയർ ഡെക്കറേഷനൊക്കെ ചെയ്ത വീടായിരുന്നു. പിന്നെ മക്കളൊക്കെ വലുതായി, ഇനി അവരുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു നല്ല വീട് വെച്ചാൽ എന്താ എന്ന ഫാമിലിയുടെ ഒക്കെ ഒരു ആഗ്രഹപ്രകാരം ഞങ്ങളങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതാണ്. പക്ഷേ എങ്കിലും എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ് ജോസുബി സെബാസ്റ്റ്യൻ, എൻ്റെ സുഹൃത്ത് കോളിൻ ജോസ് തോമസ്. അവരൊക്കെ ഒരുമിച്ച് പഠിച്ചിറങ്ങിയത് ആദ്യത്തെ പ്രോജക്റ്റാണ് ഈ എൻ്റെ വീട് ചെയ്തത് തന്നെ. പക്ഷെ അത് വന്നവരും ഒരുപാട് പേര് വന്ന് കണ്ടിട്ടും അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാരണം ഇത് 2 കാര്യമാണ് എനിക്കതിനത് പറയാനുള്ളത്. എൻ്റെ ഈ സ്ഥലം 1.5 മീറ്റർ താഴെയാണ് വീടിരിക്കുന്നത്. അപ്പോൾ വഴി കൂടെ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു താഴത്തെ ഒരു കുറച്ച് താണുപോയി എന്നൊരു ഇത് വരാതിരിക്കാൻ വേണ്ടി ഫസ്റ്റ് തന്നെ അവർ ഒരു 3-4 സ്റ്റെപ്പുകളായിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തത് തന്നെ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുമാത്രമല്ല അവരവർ കാഴ്ചപ്പാടാണ് കിഴക്ക് ദർശനം, ഈ ഫ്രണ്ട് വ്യൂവിനുള്ള കൊടുത്തിരിക്കുന്ന രീതികൾ. പിന്നീട് നമ്മളോട് പറഞ്ഞ ഞങ്ങളായിട്ട് ഗ്രൂപ്പായിട്ട് ഡിസ്കഷൻ നടത്തിയപ്പോൾ പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗസ്റ്റ് വന്നാൽ ഓപ്പണായിട്ട് ഇരിക്കുന്ന ഒരു രീതി. പണ്ടത്തെ രീതികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല.
ഇത് രീതി അങ്ങനെ ഒരു ഇടുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്കൊരു എങ്ങനെ വരും, എന്തായാലും ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുമ്പോൾ അവർ അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെയാണ് ഞങ്ങളുടെ സമ്മതപ്രകാരം ഞങ്ങളും കൂടി സമ്മതിച്ചിട്ടാണ് ഇങ്ങനൊരു പ്ലാൻ അവർ മനസ്സിൽ കൊണ്ടുവന്നത്. പക്ഷേ വളരെ അത് ഭയങ്കരമായിട്ട് വിജയിച്ചു എന്നാണ് എനിക്ക് ഇവിടെ വന്ന് കണ്ടവരും ഒക്കെ വന്ന് പറഞ്ഞ ഒരു രീതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് ഒരു ഗസ്റ്റ് വന്നു നോക്കുമ്പോൾ തന്നെ ശരിക്കും ഫാമിലി ലിവിങ് ഏരിയ, അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ, ഫസ്റ്റ് കിച്ചണൊക്കെ വരുന്നവർക്കൊക്കെ ഇരുന്നോട് തന്നെ ഇരുന്ന് കാണാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞങ്ങളോട് ആവശ്യപ്പെട്ടപ്പോഴും ഞങ്ങളും പറഞ്ഞ ഒരു കാര്യം ഇത്ര മാത്രമേ ഉണ്ടായുള്ളൂ. കാരണം ഒരു 4 ബെഡ്റൂമും ഞങ്ങൾക്ക് വേണം, ഫാമിലി ലിവിങ് ഏരിയ ഒന്ന് വളരെ സ്പേസ് ആയിട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് തന്നെ. പക്ഷെ അവർ കൊണ്ടുവന്ന ആശയം എന്തായാലും വളരെ നന്നായി. അവരുടെ ഫസ്റ്റ് പ്രോജക്റ്റാണ്. ഇപ്പോൾ ഞാൻ അറിഞ്ഞതോളം അവർക്ക് 10-33 വർക്ക് ഉണ്ടെന്നാണ് അറിഞ്ഞത്. നല്ല തിരക്കിലായി കുട്ടികൾ. അത് നന്നായി എന്തായാലും. അപ്പോൾ ഈ ഒരു വീട് പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ ശരിക്കും നിങ്ങൾ സങ്കല്പിച്ച പോലെ തന്നെയുള്ള ഒരു വീട് തന്നെയാണോ നിങ്ങൾക്ക് ലഭിച്ചത്? തീർച്ചയായിട്ടും. കാരണം എനിക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ അത് ആ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. കാരണം എനിക്ക് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതായത് എനിക്ക് ഈ ഇതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ ആർക്കിടെക്ട് കൊണ്ടുവരുന്ന ആശയം അവർക്ക് നല്ല എക്സ്പീരിയൻസും ആശയം ഉണ്ടാവും. പക്ഷേ വീട് വയ്ക്കുന്ന ആൾക്ക് ചില കട്ടൻട്രി ഉണ്ടെങ്കിൽ അതിൻ്റെ ആ രീതിയിലെ ആർക്കിടെക്റ്റിന് മാറാനാവുള്ളൂ. സൈറ്റിൻ്റെ ആ സ്ഥലത്തിൻ്റെ കിടപ്പനുസരിച്ചാണ് വീട് ശരിക്കും വരേണ്ടത്. ഈ വീടിൻ്റെ കിച്ചൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് കിച്ചൺ, സെക്കൻഡ് കിച്ചൺ അങ്ങനെ ഒരു രീതിയിലാണല്ലോ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കിച്ചണിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആൻറ്റിക്ക് അത് എത്രമാത്രം യൂസ്ഫുള്ളാണ് അങ്ങനെ ഒരു കൗണ്ടർ വരുമ്പോൾ? ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ 2 പേരും അത്യാവശ്യം വൈകുന്നേരങ്ങളിലൊക്കെ അതിലായാലും ആ ടേബിളിലിരുന്ന് ഭക്ഷണം കഴിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഉപയോഗവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ താല്പര്യം അതുമേ ഇരുന്ന് കഴിക്കാനും, പിന്നെ അവിടെ ഇരുന്ന് സംസാരിച്ചിരിക്കാം. നമുക്ക് എന്തെങ്കിലും ചൂടാക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ ചൂടാക്കും ചെയ്യാം. പുതിയ വീട് വയ്ക്കുന്ന ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ടിപ്സോ അങ്ങനെ എന്തെങ്കിലും വ്യൂവേഴ്സിന് വേണ്ടി കൊടുക്കാൻ പറ്റുമോ? ഏതൊരു വീട് വയ്ക്കുമ്പോഴും ആ ഭൂമിയുടെ കിടപ്പനുസരിച്ച് വേണം ആ പ്ലാൻ അറേഞ്ച് ചെയ്യാനായിട്ട്. അതിന് ഇപ്പം ഞാൻ പറയും, ഇപ്പം നമ്മളൊരു വീട് വയ്ക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു ആർക്കിടെക്റ്റിനെ കണ്ട് അവരുമായിട്ട് സംസാരിച്ച് ആ രീതിയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവർ ഇതിനെപ്പറ്റി വെൽ സ്റ്റഡീഡായി നല്ലോണം പഠിച്ചും ഇന്ത്യയിലും പുറത്തുള്ള കാര്യങ്ങളെല്ലാം നന്നായി പഠിച്ചാണ് ആ പ്ലാനും ഒക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ അവർക്ക് വിട്ടുകൊടുത്തിട്ട് അവരുടെ പ്ലാൻ ശരിക്കും നമ്മൾ പഠിച്ച് നമ്മൾ കോമൺ ആയിട്ട് ഫാമിലിയും അതുപോലെ അവരുമായിട്ട് ഡിസ്കഷനൊക്കെ നടത്തി വീണ്ടും മോഡിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നടത്തി പ്ലാൻ എല്ലാം തയ്യാറാക്കിയിട്ട് നമ്മൾ വീട് വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. മൈ ഹോമിൻ്റെ ഈ ഒരു അധ്യായം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. പുത്തൻ ആശയങ്ങളും പുത്തൻ കാഴ്ചകളുമായി മൈ ഹോം വീണ്ടും അടുത്ത ആഴ്ച.